നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഒരു മാച്ചിൽ UCL ഫസ്റ്റ് ലെഗ് മാച്ചിൽ 4-0 തോറ്റിക്കാണ്. അപ്പൊ നിങ്ങൾ സെക്കൻഡ് ലെഗ് മാച്ചിൽ നിങ്ങളുടെ ഹോമിലാണ്, നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ വിലയിരുത്തുക? പക്ഷെ നെയ്മർ ജൂനിയർ എന്ന ബ്രസീലിന്റെ സുൽത്താൻ 2017 PSG ആദ്യപാദ മത്സരത്തിൽ 4-0 തോൽവി FC ബാഴ്സലോണയെ ഏറ്റുവാങ്ങിയ സമയത്ത് പുള്ളിക്കാരന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു, ആ ഒരു രണ്ടാം പാദ മത്സരം എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ് ഫ്രാൻസ് ഇന്റർനാഷണൽ ആയിരുന്ന നമ്മുടെ സാമുവൽ ഉംറ്റിറ്റി. അന്ന് ആ സമയത്ത് ബാഴ്സലോണയുടെ സെന്റർ ബാക്ക് റോളിൽ കളിച്ചിരുന്ന പ്ലെയറാണ് ഉംറ്റിറ്റി, അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉംറ്റിറ്റി നെയ്മറിന്റെ ആ ഒരു 4-0 തോറ്റപ്പോൾ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതായത് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: വി ലോസ്റ്റ് 4-0 ഇൻ ദ ഫസ്റ്റ് ലെഗ്. ആദ്യ പാദത്തിൽ ഞങ്ങൾ 4-0 തോറ്റു. ആൻഡ് ഐ സീ ഹിം നെയ്മർ ഐ സീ ഹിം ഗെറ്റിംഗ് റെഡി ടു ഡാൻസ് ഇൻ ദ ഹോട്ടൽ റൂമിൽ ഡാൻസ് കളിക്കാൻ റെഡി ആയിരിക്കുന്ന നെയ്മറിനെയാണ് ഞാൻ അവിടെ കണ്ടത്. ഇൻ മൈ ഹെഡ് ഐ ആം വണ്ടറിങ് ഹൗ യു ക്യാൻ ജസ്റ്റ് ഷോ അപ്പ് ലൈക്ക് ദിസ്. ഞാനപ്പോൾ ആലോചിക്കായിരുന്നു എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ആവാൻ പറ്റാന്നുള്ള കാര്യം. ആൻഡ് ഹി വാസ് സോ കോൺഫിഡന്റ് ആൻഡ് ഹി സെഡ് ദിസ് നൈറ്റ് ഈസ് അവേഴ്സ്. നെയ്മർ വളരെയധികം കോൺഫിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ നെയ്മർ പറഞ്ഞു, ഇന്നത്തെ രാത്രി, ഈ ഒരു രാത്രി, ഫുട്ബോളിലെ രാവ് അത് നമ്മൾക്ക് വേണ്ടിയുള്ള രാവാണ്. അതെന്താണ്? മെനി ടൈംസ് ബിഫോർ ദ മാച്ച്, മത്സരത്തിന്റെ മുമ്പ് ഒരുപാട് തവണ നെയ്മർ ഇത് പറഞ്ഞു. ആൻഡ് ഹി സെഡ് വാച്ച് ദിസ്, ഐ ആം അബൌട്ട് ടു സ്കോർ 2 goals. ഇന്നത്തെ രാത്രിയിൽ ഈ ടീമിന് വേണ്ടി ഞാൻ 2 goals സ്കോർ ചെയ്യും. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വുഡ് ഹാപ്പൻ. അത് തന്നെയാണ് അന്ന് രാത്രി സംഭവിച്ചത്. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റാം. അവരെന്താണോ പറയുന്നത് അത് കൃത്യമായി അവർ ഗ്രൗണ്ടിൽ ചെയ്ത് കാണിക്കും. അത്തരത്തിലുള്ള കപ്പാസിറ്റി ഉള്ള, ക്യാപ്പബിലിറ്റി ഉള്ള, പറഞ്ഞ വാക്കിന് വിലയുള്ള ഒരു താരമാണ് ബ്രസീലിന്റെ സുൽത്താൻ എന്ന് പറയുന്നത്. 4-0 തോറ്റു നിൽക്കുമ്പോഴും രണ്ടാം പാദത്തിൽ വന്ന് മിറാക്കിൾസ് കാണിക്കും. ഞാൻ 2 goal ഈ ടീമിന് വേണ്ടി സ്കോർ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ചെയ്ത ഒരു പ്ലെയർ നെയ്മർ ജൂനിയർ ഡാ സിൽവ സാന്റോസ് എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതും ആ കളി നോക്കുകയാണെങ്കിൽ ഏകദേശം 88 മിനിറ്റ് ആകുമ്പോൾ 3-1 ആ കളിന്റെ സ്കോർ. പിന്നെ ബാഴ്സലോണക്ക് 3 goal കൂടി സ്കോർ ചെയ്താൽ മാത്രമേ അടുത്ത ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താൻ പറ്റൂ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു പെനാൽറ്റിയും ഒരു ഫ്രീ കിക്കും ഒരു ലാസ്റ്റ് ടൈം ഒരു കിണ്ണം കാച്ചി അസിസ്റ്റും നെയ്മർ പ്രൊവൈഡ് ചെയ്യണം. ഫുട്ബോളില് ലാസ്റ്റ് ടൈമൊക്കെ, അതായത് അവസാന കാലഘട്ടത്തിലൊക്കെ ഫുട്ബോൾ കാണാൻ തുടങ്ങിയ, അല്ലെങ്കിൽ 2020 നെയ്മർ PSG എത്തിയതിനു ശേഷമൊക്കെ ഫുട്ബോൾ കാണാൻ തുടങ്ങിയ ചില ആളുകൾക്കൊന്നും ഈ പറഞ്ഞതൊന്നും മനസ്സിലാവൂല. ബട്ട് ബാഴ്സയിലെ നെയ്മർ ദാറ്റ് ഈസ് ഡിഫറെന്റ്. എന്താണോ പറയുന്നത് അത് പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു നെയ്മർ ഉണ്ട്. ഓക്കെ, ഇന്നിപ്പോ പരിക്ക് കാരണം പലപ്പോഴും അയാളെ ഫുട്ബോൾ ലോകം അത്ര അംഗീകരിക്കാറില്ല. കാരണം ശരിയാണ്, പണ്ടത്തെ നെയ്മർ അല്ല ഇപ്പോഴത്തെ നെയ്മർ. പക്ഷെ ഒരു നെയ്മർ ഉണ്ടായിരുന്നു, ഏത് കൊമ്പനായാലും ആ കൊമ്പന്റെ കൊമ്പ് ഒടിച്ചിരുന്ന നെയ്മർ. അപ്പോൾ ആ ഒരു നെയ്മറിനെ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഈ ഒരു 6-1 ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത്രയും ഒരു നെയ്മർ ഫാൻ എന്ന രീതിയിൽ അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്ന മാച്ചാണത്. ഏതായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായത്തായി കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.